ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ന്യൂസിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സംഭവമില്ലേ, ട്രംപിൻ്റെ അന്ത്യശാസനം. 48 മണിക്കൂറിൽ ഇറാൻ കീഴടങ്ങില്ലെങ്കിൽ ഇറാനെ തീർത്ത് കളയുന്നുള്ള അന്ത്യശാസനം. എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ ട്രംപിനെ കൊണ്ട് കഴിയും എന്നാണ്. കാരണം ഒരൊറ്റ പൈലറ്റിന് വേണ്ടി ഇറാൻ്റെ ഉള്ളിൽ കടന്ന് അവനെ എടുത്തുകൊണ്ട് പോരാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് ഇറാനെ മുഴുവൻ പിടിച്ചുകൂടാ? ആ പൈലറ്റിന് വേണ്ടി അവിടെ ഇറാൻ ഗവൺമെൻറ് എത്ര 10 കോടി രൂപയായിട്ടാണ് പ്രഖ്യാപിച്ചത് പിടിച്ചു കൊടുക്കുന്നവർക്ക്. ഒരാളെ കൊണ്ട് ഇതിന് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു അത്ഭുതമോ. യുദ്ധമാകുമ്പോൾ വിമാനങ്ങളെല്ലാം വെടിവെച്ചിടും, അതൊക്കെ സ്വാഭാവികമോ. ഇപ്പോൾ വെടിവെക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മിസൈൽ വിട്ട തകരാത്ത വിമാനങ്ങളാണ് ഞങ്ങളുടെ കയ്യിൽ ഉള്ളതെന്നൊക്കെ ആളുകൾ പറയുമെങ്കിലും 100-150 വിമാനങ്ങളാണ് ഓരോരോ അറ്റാക്കിലും അവിടെ പങ്കെടുക്കുന്നത്. അതിലൊരു വിമാനം തകരുക എന്നത് പറഞ്ഞാൽ വളരെ നിസ്സാരമായ കാര്യമാണ്. അവർക്ക് വിമാനമല്ല പ്രശ്നം, അവിടെ ഒരു പൈലറ്റ് തീരാൻ പാടില്ല, അതാണ് മെയിൻ. അമേരിക്ക ഈ ചെയ്തൊരു ഓപ്പറേഷൻ ഉണ്ടല്ലോ, അത് ലോകത്തിലെ തന്നെ ഭയങ്കര സംഭവമാണത്. ഇറാനിപ്പോൾ അവർ വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. അവിടെ റെയിൽവേയിൽ, അതുപോലെ തന്നെ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർ, റോഡുകളിൽ നടക്കുന്നവർ, അതുപോലെ തന്നെ അവരുടെ കമ്പനികളിൽ ഓരോരോ എണ്ണ കമ്പനി, ഗ്യാസ് കമ്പനി, ഇവയെല്ലാം ജോലി ചെയ്യുന്നവരോട് മാറി നിൽക്കാൻ അവർ പറയുന്നത്. അതിനർത്ഥം ഉറപ്പായിട്ടും നല്ല ശരിക്കുള്ള അറ്റാക്ക് ഇറാനിലുണ്ടാകും. ഇറാൻ ശരിക്കും കിടുങ്ങി ഇറക്കുന്ന അറ്റാക്ക്, ചെറുതൊന്നുമല്ല ഉണ്ടാകാൻ പോകുന്നത്. ഈ ഒരു വാറ് കഴിഞ്ഞാൽ ശരിക്ക് അമേരിക്കയാകും ലോകത്തിൻ്റെ ഹീറോ. കാരണം റഷ്യ ഓൾറെഡി യുക്രൈനിൽ പോയി കുടുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇറാനെ സഹായിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. പിന്നെ ചൈനക്ക് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ അമേരിക്കക്കെതിരെ എന്തായാലും അവർ നിൽക്കില്ല. ഇനിയിപ്പോൾ ലോകത്തിൻ്റെ ഓയിൽ കൺട്രോളിങ്ങും അതുപോലെ തന്നെ ഗ്യാസ് എക്കണോമി മൊത്തം ഇനി അമേരിക്കയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇറാൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു. അത് എത്ര ദിവസം എന്നതാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അടുത്തൊരു വീഡിയോ എടുക്കും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.